ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു കിടിലൻ ഗണ്ണാണ് കേട്ടോ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് ഈ വീഡിയോ കുറച്ച് നേരത്തെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുക്കുക, ഒരു നേരം പോക്കായിട്ട് എടുക്കുക. അപ്പോൾ ഒരുപാട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല, നമുക്ക് നേരെ വീട്ടിലേക്ക് വിട്ടാലോ. നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചു കേട്ടോ. ഡാമേജ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബോക്സ് നല്ല ഡാമേജ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ഇതെന്താ? ഇത് നമ്മുടെ ഗണ്ണിട്ട് വയ്ക്കുന്ന കവറാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ഇത് പെല്ലറ്റാണ് കേട്ടോ. .5 mm പെല്ലറ്റാണ് കേട്ടോ ഇതിൽ. ഓക്കെ, ഇതിനകത്ത് 200 ഉണ്ടാവുമോ എന്ന് അറിയില്ല, ഇതിനകത്തുണ്ട് തോന്നുന്നു. ഓക്കെ, ബോക്സിനകത്ത് നോ ലൈസൻസ് റെക്കോർഡ് എന്ന് എഴുതിയിട്ടുണ്ടോ. നമുക്കിതിനെ ഉപയോഗിക്കാനായിട്ട് ലൈസൻസിൻ്റെ ആവശ്യമില്ല. ഇതാണ് നമ്മുടെ ഗോൾഡൻ ഗണ്ണ്. കണ്ടോ? ഗോൾഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിനകത്ത് ഒരു പെയിൻ്റ് അടിച്ചിരിക്കുക കേട്ടോ, ഗോൾഡൊന്നുമല്ല. ഗണ്ണ് ഞാൻ മേടിച്ചത് 1600 രൂപ അങ്ങനെന്തോ റേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം 1 കിലോൻ്റെ അടുത്തുണ്ടാവും. ഓക്കെ, ഇത് ഫുള്ള് മെറ്റലായത് കൊണ്ടായിരിക്കും ഇത്രയും വെയിറ്റ്. ഇത് നമുക്ക് നേരെ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. വാ. ഇനി നമ്മുടെ ഗണ്ണിൻ്റെ ഈ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കണം കേട്ടോ. കണ്ടോ? പക്ഷെ അത്യാവശ്യം കുറച്ച് ബലം കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി നമ്മുടെ പെല്ലറ്റ് എടുത്ത് ഈ ഹോളിനകത്ത് സെറ്റ് ചെയ്യണം കേട്ടോ. ലോങ് റേഞ്ച് എയർ റൈഫിൾ പെല്ലറ്റ് 4.5 mm. എന്താണ് അത്? സ്റ്റിക്കറാണ്. ഓക്കെ, ഇതാണ് കേട്ടോ 4.5 mm പെല്ലറ്റ്സ്. ഇതും മെറ്റൽ തന്നെയാണ്, നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഹോളിനകത്ത് നമ്മുടെ ഈ പെല്ലറ്റ്സ് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ? അതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ലോക്ക് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഒന്നിങ്ങനെ ഷൂട്ട് ചെയ്താൽ മതി. ഇവിടെ ഷൂട്ട് ചെയ്യാം അല്ലേ. അമ്മോ. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഈ തണ്ണിമത്തിലൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം കേട്ടോ, എന്ത് സംഭവിക്കുന്നു നോക്കാം. അതിന് മുമ്പ് നമ്മൾ ഈ മത്തങ്ങടകത്ത്, ഈ തണ്ണിമത്തിനകത്ത് നമ്മൾ സോഡിയം മെറ്റലിട്ട് ഒന്ന് ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. ഇതിനകത്ത് പാമ്പന്തി ഉണ്ടോടാ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു മൺകൂണിലാണ് നമ്മുടെ മത്തങ്ങ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്.
എവിടെയും കൊണ്ടില്ല, ചീറ്റി പോയിട്ടോ. ഇതിനകത്ത് ചെറുതായിട്ട് പൊട്ടിയിരിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്താണ് കേട്ടോ നമ്മുടെ ബുള്ളറ്റ് തറഞ്ഞു കയറിയത്. ഇവിടെ നോയ്സിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ, നല്ല കാറ്റാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു പക്ഷേ ക്ലിയറായിട്ട് കേട്ടു എന്ന് വരില്ല. ഓക്കെ, ഇതിന് ഇപ്പുറത്തെ സൈഡിലൂടെ തുളഞ്ഞൊന്നും വന്നിട്ടില്ല. നമ്മുടെ ബുള്ളറ്റ് മത്തങ്ങയുടെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ, അതായത് ഈ തണ്ണിമത്തൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇത് വേറെ അവിടെ മാറിക്കൊണ്ട് കേട്ടോ, അവിടെ അത്യാവശ്യം ഡാമേജ് ആയിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്യാം. ഓക്കെ, അതിനകത്ത് തറഞ്ഞ് കയറിയിട്ടുണ്ട് കേട്ടോ. അവിടെ അയ്യോ, ഇതാ കിടക്കും നമ്മുടെ പെല്ലറ്റ്, കണ്ടോ ഫ്രണ്ട്സ്? നിങ്ങൾ തന്നെ കണ്ടതാണല്ലേ നമ്മുടെ എയർ പിസ്റ്റലിൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന്. അതുപോലെ നമ്മൾക്ക് ഈ ഗണ്ണ് ഉപയോഗിച്ച് ഒരുപാട് ലോങ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇതിന് വെയിറ്റ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ എയർ പിസ്റ്റലിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഇതിലും നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഇനി നമ്മൾ കാണുമെന്ന പ്രതീക്ഷയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ബൈ.